ഏറ്റവും ആദരണീയരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ നിമിഷങ്ങളാണിത്. കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും വ്യക്തിഗത ഇന മത്സരത്തിൽ പങ്കെടുത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ആസിഫ് എന്ന വിദ്യാർത്ഥി മാപ്പിളപ്പാട്ട് മത്സരത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂളിന് 1ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി തന്നിരിക്കുകയാണ്. അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികൾ, നമ്മൾ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് AK ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കയ്യൊപ്പ് ചേർക്കാനായിട്ട് സാധിച്ചു. മുഹമ്മദ് ആസിഫ് എന്ന നമ്മുടെ ഗുരുമുഴുക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലാകായിക രംഗങ്ങളിലൊക്കെ പലപ്പോഴും മികച്ചു നിൽക്കുന്ന പല ഉന്നത വ്യക്തികളും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് ഉണ്ടായി. ഇതേപോലെ നിങ്ങളെല്ലാവരും ഓരോ കഴിവുകൾ കിടന്നുണ്ട്. നിങ്ങളത് കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമം നടത്തി ഉയർന്നു വന്ന് ഇനിയുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പങ്കെടുക്കലുകൾ ഉണ്ടാവട്ടെ. നമ്മുടെ സ്കൂളിന്റെ പേരെടുക്കുകയും വിവരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ടൊപ്പം തന്നെ ആസിഫിന്റെ ഉമ്മ ഇതിന്റെ പിറകിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവൾ വിദ്യാർത്ഥിയാണ്, അവൾ നല്ലൊരു ഗായികയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ അഭിമാനകരമായ ഒരു നേട്ടമാണ് മുഹമ്മദ് ആസിഫിലൂടെ ഇവർക്ക് കൈവരിക്കാൻ കഴിയുന്നത്. ഇതിൽ ചിന്തിച്ച് പ്രവർത്തിച്ച നമ്മുടെ അനുഭവിക്കാൻ നമ്മുടെ ഈ അവസരത്തിൽ ജീവിക്കുകയാണ്. അതിനായിട്ടാണ് കുട്ടിയുടെ ഭാഗത്തുള്ള ഒരു മൊമെന്റ് വഴി ഒരു ആദരവായിട്ട് എല്ലാവരും ഇത് പങ്കെടുത്ത എല്ലാവരും ചടങ്ങ് അഹമ്മദ് ഹുസൈൻ സാറിനെ ആദരിക്കുകയും മുഹമ്മദ് ആസിഫിനെ അനുമോദിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ്. ഇനി സമയം വേറെ വൈകുന്നില്ല, ആ പരിപാടിയിലേക്ക് ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറിയുടെയും സഹപ്രവർത്തകരെ, ബഹുമാന്യരും സ്നേഹനിധികളുമായ PTA അംഗങ്ങളെ, സ്നേഹമാകുന്ന പൂന്തോപ്പിൽ അക്ഷയപുഷ്പങ്ങൾക്ക് സമാനമായി പരിലസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷത്തോടും അതുപോലെ തന്നെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മുൻകാലങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകത ഈ വർഷം എനിക്ക് അനുഭവപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടാവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം 11ഉം 12 ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ കൂടി അവസരമുണ്ടാവുകയും എന്നുള്ള ഒരു സന്തോഷ നാളുകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നേരത്തെ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ
അറിവുമായി ബന്ധപ്പെടുന്ന കലോത്സവങ്ങൾ ജനറൽ വിഭാഗങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ സഹകരിച്ചു. ആ കുട്ടികളെ ജില്ലാതലത്തിൽ വരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള നാളുകളിൽ സംസ്ഥാന തലത്തിലേക്കുള്ളതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ സർവീസ് കാലം മുതൽ ഞാൻ ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന കലോത്സവത്തിന്റെയും അതുപോലെ തന്നെ സ്പോർട്സിന്റെയും അതുപോലെ ശാസ്ത്രമേളയുടെയും കൺവീനറായി പ്രവർത്തിക്കാൻ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം സംസ്ഥാന കലോത്സവത്തിന്റെ കൺവീനർ കൂടിയാകാൻ കൊല്ലം ജില്ലയിൽ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലാതെ ഒരു കലോത്സവം വരാൻ സാധ്യത കുറവാണ്. എന്നിരിക്കെ അതിന്റെ ഒരു കൺവീനറായി എനിക്ക് ദൈവം അവസരം തന്നു. അറിയപ്പെട്ട പ്രഗത്ഭനായ മമ്മൂട്ടിയോടൊപ്പം ആ വേദി പങ്കിടാനും ഒരു അവസരം കിട്ടി എന്നുള്ളത് തന്നെയാണെങ്കിലും ഉപജില്ലാ കലോത്സവത്തിൽ ഞാൻ കൺവീനറായി പ്രവർത്തിക്കുന്ന ആദ്യ കാലങ്ങളിൽ ഞാൻ ട്രോഫി കമ്മിറ്റിയാണ് എടുക്കാറുള്ളത്. കാര്യം ട്രോഫി കമ്മിറ്റി എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കൊരു റൂം നമുക്ക് അലോട്ട് ചെയ്യാറുണ്ട്. ആ റൂം ഞാൻ ഉപയോഗിക്കുന്ന ട്രോഫി എന്നതിനപ്പുറം എൻ്റെ കലോത്സവത്തിലെ കുട്ടികളെ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ആ റൂമിലിരുത്തി നല്ലതുപോലെ പ്രാക്ടീസ് കൊടുത്തതിന് ശേഷമായിരിക്കും വേദിയിലേക്ക് എത്തിക്കുന്ന കാര്യം. അതിനുവേണ്ടി ഞാൻ ആ റൂം ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു കലോത്സവങ്ങൾ ഉപജില്ലാ തലങ്ങളിൽ. പിന്നെ അത് ജില്ലാ തലങ്ങളിലായി സംസ്ഥാന തലങ്ങളിലും ആയി. ഏതായാലും ശരി, മറ്റ് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഉപജില്ല ഒഴിഞ്ഞു കൊടുക്കുക, അങ്ങനെ പുതിയ പ്രവർത്തകരെ കണ്ടെത്തി. അതുപോലെ ജില്ലയിലുമൊക്കെ ഏതായാലും ഞാൻ എൻ്റെ ഏതൊക്കെ സ്ഥാനങ്ങളുണ്ടോ, ഞാൻ അധ്യാപക സംഘടന ഉപജില്ല മുതൽ സംസ്ഥാന ഭാരവാഹിത്വം വരെ ഉണ്ടായിട്ടും എൻ്റെ മക്കളെ വിട്ടുള്ള കളി, എൻ്റെ കുട്ടികളെ വിട്ടുള്ള കളിയില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി പരമാവധി എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും എനിക്ക് ദൈവം അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ എത്രയോ കുട്ടികൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നുണ്ട്, പക്ഷേ അവരെ സമൂഹം അറിയപ്പെടാതെ പോകുന്നുണ്ട്. അതിന്റെ പിന്നിലും ഒരു യുദ്ധം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സമൂഹം അറിയുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മുഹമ്മദ് ആസിഫിലൂടെ മാത്രമല്ല, ഈ സ്കൂളിൽ പഠിച്ചു പോയ അനേകം കുട്ടികൾ, ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഉപജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും മത്സരിക്കുന്ന കുട്ടികൾ ഇന്നും പലരും എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നന്മ മരങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ. ആ കുട്ടികളിൽ പലരും സംസ്ഥാന തലത്തിൽ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവർ. അവരൊക്കെ ഇന്നും ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു കൂട്ടായ്മയാണ് ഇവിടെ എപ്പോഴും എൻ്റെ അടുത്ത് സുധീർ സാർ സൂചിപ്പിക്കാറുണ്ട്, സാർ കേട്ടില്ലേ, സാർ കേട്ടില്ലേ എന്നുള്ള ആ ഒരു വാക്കിനാൽ പരിഗണിക്കുകയാണ് ഞാൻ. ഏതായാലും ശരി, ഈ PTA കാട്ടിയിട്ടുള്ള ഈ സത്സംരംഭം ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേര് കേൾക്കുക എന്നതിനപ്പുറം, എന്റെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പേര് കേൾക്കുക എന്നതിനപ്പുറം ഈ സ്കൂളിന്റെ പേരാണ്, ഈ സ്കൂളിന്റെ അഭിവൃദ്ധിയാണ്. ഇത് സ്കൂളിലേക്ക് അഡ്മിഷൻ സംബന്ധമായും പല രക്ഷകർത്താക്കളും വരാറുണ്ട്, സാറേ എന്റെ മകളെ ഇന്നലെ പങ്കെടുപ്പിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ താല്പര്യമുള്ളൊരു സമൂഹം പുറത്തുണ്ട്. അവരെ സ്കൂളിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രവർത്തനം കൂടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല.